അങ്ങനെ നമ്മൾ ചെറിയ കുനുകുന കണ്ടങ്ങളാക്കി എത്തിയ ചക്കയാണ് കേട്ടോ ഇപ്പോൾ ഇത് മുഴുവൻ. ഇനിയിപ്പോൾ ഇത് മുഴുവൻ നമുക്ക് കൂട്ടാൻ വെക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ആദ്യം തന്നെ നമുക്കിത് നല്ലോണം ഇങ്ങോട്ട് തേച്ചൊക്കെ ഉണ്ടാക്കണം കേട്ടോ. മട്ടൊക്കെ ആക്കിയല്ലേ കുറേ നിങ്ങൾ പറഞ്ഞ മാതിരി. അപ്പോൾ നല്ലോണം ഒന്ന് കുളിപ്പിച്ച് ഇങ്ങോട്ട് എടുക്കണേ. അത് ഞാനിത് ആ മുറത്തുനിന്ന് നേരെ ഒരു പാത്രത്തേക്ക് ആക്കിയിട്ടോ. മുറത്തുനിന്ന് പാത്രത്തേക്ക് ആക്കിയിട്ട് പിന്നെ നേരെ പൈപ്പിൻ്റെ തൊട്ട് പോയി വെള്ളം തിരിച്ചിട്ടായിട്ട് നല്ലോണം കിളുമ്പി കക്കിയിട്ടോ. നമ്മൾ ചോറ്റിന് അരിയൊക്കെ തേച്ചേക്കണ അരി തന്നെ നല്ലോണം തേച്ചേക്കി അവസാനം എന്താ നമുക്ക് ഇതേപോലെ വൃത്തിയായി കിട്ടിയിട്ടോ. വളഞ്ഞീനൊക്കെ പോയിട്ടോ. അങ്ങനെ ഞാൻ കൂട്ടാൻ വെക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് നോക്കിയപ്പോൾ അടുപ്പത്ത് ഉച്ചക്കേക്കുള്ള ചോറ് ഊച്ചിരൽ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കഗ്ഗി വെച്ചാട്ട് ആ ചക്ക നേരെ അവിടെ മാറ്റി വെച്ചിട്ടോ. പിന്നെ നേരെ രാവിലെ തൊടുക്കോയപ്പം കിട്ടിയ തേങ്ങൻ്റെ ഇതെടുത്താട്ട് അരിയാത്തിയോണ്ട് വെട്ടി പൊളിച്ചൽ തുടങ്ങിയിട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അരിയാത്തിയോണ്ട് തേങ്ങ പൊളിച്ചൽ പൊടിയുണ്ടോ? കുറേ ആൾക്കാർക്കൊന്നും ഇപ്പോഴൊന്നും പൊടിയില്ലാത്തതാട്ടോ. അങ്ങനെ ഞാൻ തേങ്ങ കഴിഞ്ഞ് കഴിയുമ്പോഴത്തെ തുപ്പ് മുഴുവൻ കളഞ്ഞാട്ട് പിന്നെ ഇതായിട്ട് വെള്ളം കുടിച്ചിട്ടോ വെട്ടി പൊളിച്ചാട്ട് നല്ല മധുരമുള്ള തേങ്ങളാണ് കേട്ടോ. പിന്നെ ഞാൻ നേരെ അയിമന്ന് തേങ്ങാപ്പോൾ അമ്പിളിമാമൻ്റെ അരി കൂടെ ഉണ്ടാക്കിയിട്ടാവും തിന്നിട്ടോ. അപ്പോത്തിന് ചോറൂറ്റലൊക്കെ കഴിഞ്ഞ് അടുപ്പ് കാലിയായിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് തിരിച്ച് മൂട്ടേണ്ടി ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ നേരെ നമ്മളെ മണ്ണിച്ചട്ടി ഇങ്ങോട്ട് എടുത്തായിട്ട് അടുപ്പത്തേക്ക് കയറ്റി വെച്ചിട്ടോ. ഇങ്ങോട്ട് പിന്നെ അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടോ. കുറച്ചൊന്ന് ചൂടായി വന്നപ്പോഴത്തേന് ഞാൻ എന്ത് ചെയ്ത് അതിക്ക് നമ്മളെ നേരത്തെ കൊത്തി എറിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചക്ക ഉണ്ടാവില്ലേ അതിക്ക് ഇട്ട് കൊടുത്തിട്ടോ. അങ്ങോട്ട് പിന്നെ അതിൻ്റെ റൂക്കൂടെ കുറച്ച് വെള്ളം പറഞ്ഞു കൊടുത്ത് പിന്നെ അതിക്കിടാൻ വേണ്ടിയിട്ടുള്ള ചീര പറയുമ്പോൾ ഞാൻ അപ്പുറത്തോയി പറിച്ചിട്ടുണ്ടോന്ന് കേട്ടോ. അപ്പോഴത്തേനും ഉമ്മ ഇവിടെ ചീരുള്ളിയും വെളുത്തുള്ളിയും തൊളിച്ച് വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ മുഴുവൻ കുത്തറിലിട്ടായിട്ട് നല്ലോണം കുത്തി ഇങ്ങോട്ട് എടുത്തിട്ടോ. കുത്തിയിട്ടായി പിന്നെ നമ്മളെ ചക്കൻ്റെ അതിക്ക് ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ കുറച്ച് ഇപ്പം പൊടി ഇട്ട് കൊടുത്ത് പിന്നെ നേരെ മണ്ടത്തെടുത്തായിട്ട് മൂടി വെച്ചിട്ടോ. തീക്കൊള്ളിയും നടുപ്പിൻ്റെ മൂട്ടിക്ക് ആക്കി വെച്ച് അങ്ങോട്ട് പിന്നെ ഞാൻ നേരെ തേങ്ങ ചിരണ്ടാൻ വേണ്ടിയിട്ട് തേങ്ങ കുറേ ഇങ്ങോട്ട് എടുത്തിട്ടോ. പിന്നെ തേങ്ങ ചിരമയെ കുറച്ച് നേരം കളിച്ചു കുത്തിർന്നിട്ടോ. തേങ്ങ നമുക്ക് കുറേ ഒന്നും വേണ്ടിട്ട് തീക്കിടാൻ ഒരു നുള്ളിൽ ചിരണ്ടിയാൽ മതി. ഇതിപ്പോൾ ഞാനൊരു തേങ്ങ പകുതിയായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോഴത്തേന് ഇതാ നമ്മൾ അടുപ്പം അവിടെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടായിട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നോക്കുകയോ ബന്ധുകണോ അല്ലേന്ന് ഇങ്ങനെ മൂടി തുറന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നല്ലോണം ഇളക്കി എടുക്കുകയൊക്കെ വേണം കേട്ടോ. ഇപ്പം മുളകൊക്കെ എല്ലായിടത്തേക്കും പൊടിച്ചാൻ വേണ്ടിയിട്ടാണ്. ഒടുവിന് പകുതി ഒരു ബേവായപ്പോൾ ഞാൻ അതിക്ക് എന്ത് ചെയ്ത് നമ്മൾ നേരത്തെ ചിരണ്ടി വെച്ചതിന് തേങ്ങ അല്ലേ അതിക്ക് ഇട്ട് കൊടുത്തായിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ആട്ടും ഇങ്ങോട്ടും തലങ്ങും ബലങ്ങും ആക്കിയിട്ട് അവിടെ നല്ലോണം ഇങ്ങോട്ട് ഇളക്കി ഇങ്ങോട്ട് എടുത്തായിട്ട് പിന്നെ മണ്ടത്തോണ്ട് മൂടി വെച്ച് വേവിച്ചിട്ടോ. പിന്നെ അറിയപ്പുറത്തായി കരിയേപ്പിൻ്റെ ഇല പറിച്ചിട്ടുണ്ടോന്ന് അതുകൊണ്ട് പിന്നെ മണ്ടത്ത് തുറന്ന് നോക്കിയപ്പോൾ ഇതാ കുറച്ചൊക്കെ ബന്ധം ഉണ്ടായിട്ടോ. അങ്ങനെ ഞാൻ നേരെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പുറത്തെ അടുപ്പേക്ക് ഇങ്ങോട്ട് തീമക്ക് നേരെ ചീഞ്ചട്ടിയുടെ എടുത്ത് വെച്ച് തൂമ്പിച്ചാൻ വേണ്ടിയിട്ട് അതിക്ക് കുറച്ച് ചീരുള്ളിയും അതേപോലെ കരിയേപ്പിൻ്റെ ഇല ഇട്ട് നല്ലോണം ബാട്ടി എടുത്തിട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ചീരുള്ളിയും കരിയേപ്പിൻ്റെ ഇലയും നല്ലോണം അങ്ങനെ ബാടി വന്നിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആ കയ്യിലോണ്ട് ഇങ്ങോട്ട് കോരിയായിട്ട് ഇപ്പുറത്തുള്ള നമ്മളെ കൂട്ടാനൊക്കെ മെല്ലെ അങ്ങോട്ട് ഇട്ടെടുത്ത് നല്ലോണം ഇളക്കി കൊടുത്ത് അങ്ങോട്ട് പിന്നെ ആ ഇളക്കിയതിൻ്റെ എന്ത് ചെയ്യുന്നത് കുറച്ച് കോരിയായിട്ട് ഇപ്പുറത്തേക്ക് ചീഞ്ചട്ടിക്ക് തന്നെ ഇട്ടിട്ടോ. അങ്ങനെ ആവും ഇങ്ങോട്ട് ഇളക്കിയായിട്ട് പിന്നെ ഇപ്പുറത്തേക്ക് തന്നെ ഇട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇടലൊരു കളിട്ടോ. ഒടുവിന് തൂമ്പിച്ചലൊക്കെ കഴിഞ്ഞാൽ നമ്മളെ കൂട്ടാനിത് അതേപോലെ ആയി കിട്ടീന് കേട്ടോ. എങ്ങനെയുണ്ട് കാണാൻ തന്നെ. ഇനിയിപ്പോൾ അതെടുത്ത് തിന്നാൽ മതി. അങ്ങനെ ഞാനൊരു ബസ്സിലെടുത്തായിട്ട് ചോറ് അളമ്പിട്ടോ. അതിക്ക് വെണ്ടയ്ക്കും തക്കാളിയും താളിച്ചതും നമ്മളെ ചക്കൻ്റെ ഉപ്പേരിയും പിന്നെ കുറച്ച് തൈരും ഉണ്ടായിട്ടോ. പിന്നെ ചോറയിപ്പ് കഴിഞ്ഞ് നേരെ പണിക്ക് പോയിട്ടോ. പിന്നെ ഈ കൂട്ടാൻ സൂപ്പർ കഴിഞ്ഞിട്ടോ.